ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും ആർക്കും ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ലെന്നും വിശ്വസിക്കുന്ന ഒരു രാജാവിനെ സങ്കല്പിക്കുക. ഇനി ആ ആശയത്തിൽ മടുത്ത ഒരു രാഷ്ട്രത്തെ സങ്കല്പിക്കുക. ഇനി മതി എന്ന് ഒടുവിൽ പറയുന്ന ഒരു രാഷ്ട്രത്തെ. 1688 ഗ്ലോറിയസ് വിപ്ലവത്തിൻ്റെ കഥയിലേക്ക് സ്വാഗതം. ഒരു വലിയ യുദ്ധവും കൂടാതെ അധികാരം രാജാവിൽ നിന്ന് ജനങ്ങളിലേക്ക് മാറിയ ഇംഗ്ലീഷ് ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമാണിത്. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 1685 ഇംഗ്ലീഷ് സിംഹാസനത്തിൽ അസെൻഡഡായ ജെയിംസ് രണ്ടാമൻ രാജാവിനൊപ്പമാണ്. കടുത്ത റോമൻ കത്തോലിക്കനായിരുന്ന ജെയിംസ് പ്രധാനമായും പ്രൊട്ടസ്റ്റന്റ് ഭൂരിപക്ഷമുള്ള ഇംഗ്ലണ്ടിൽ തൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ അതിയായി ആഗ്രഹിച്ചു. ഇത് ഉടൻ തന്നെ സംശയങ്ങൾക്കും മുൻ നൂറ്റാണ്ടുകളിലെ മതപരമായ പ്രശ്നങ്ങളിലേക്ക് മടങ്ങുമോ എന്ന ഭയത്തിനും ഇടയാക്കി. അദ്ദേഹം പാർലമെന്റിനെ മറികടന്ന് സൈന്യത്തിലും ഭരണത്തിലും പ്രധാന സ്ഥാനങ്ങളിൽ കത്തോലിക്കരെ നിയമിച്ചു. കൂടാതെ കത്തോലിക്കർക്കും വിയോജിപ്പുള്ളവർക്കും എതിരായ നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് ഒരു ഡിക്ലറേഷൻ ഓഫ് ഇന്റലിജൻസ് പോലും പുറത്തിറക്കി. പാർലമെന്റും ഇംഗ്ലീഷ് ജനതയും ഇതിന് സമാനമായ രാജകീയ അധികാര പ്രശ്നങ്ങളും മതസ്വാതന്ത്ര്യ പ്രശ്നങ്ങളും കാരണം ഏതാനും ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു ആഭ്യന്തര യുദ്ധം അനുഭവിച്ചിരുന്നു. അവർക്ക് ജാഗ്രതയുണ്ടായിരുന്നു. എന്നാൽ ജെയിംസിന് പ്രായം കൂടുകയായിരുന്നു. അദ്ദേഹത്തിന് സിംഹാസനത്തിന് അവകാശികളായി 2 പ്രൊട്ടസ്റ്റന്റ് പെൺമക്കളുണ്ടായിരുന്നു, മേരിയും ആനും. ഭൂരിഭാഗം ആളുകളും കരുതിയത് കുറച്ചു കാലം ഇത് സഹിക്കാം, കാര്യങ്ങൾ ഉടൻ സാധാരണ നിലയിലാകുമെന്നാണ്. എന്നാൽ 1688 ജൂണിൽ ഒരു വഴിത്തിരിവ് സംഭവിച്ചു. ജെയിംസ് രണ്ടാമൻ്റെ ഭാര്യ ഒരു മകന് ജന്മം നൽകി, ജെയിംസ് ഫ്രാൻസിസ് എഡ്വേർഡ് സ്റ്റുവർട്ട്. ഇതിനർത്ഥം ഇംഗ്ലണ്ടിൽ ഒരു സ്ഥിരം കത്തോലിക്ക രാജവംശം എന്ന ഭീഷണിയായിരുന്നു. ഇത് അവസാനത്തെ അടങ്ങാത്ത കാര്യമായി മാറി. പല പ്രൊട്ടസ്റ്റന്റുകൾക്കും ഇത് അസഹനീയമായ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. അമരസപ്തകങ്ങൾ, ഇമ്മോർട്ടൽ 7 എന്നറിയപ്പെടുന്ന സ്വാധീനമുള്ള ഒരു കൂട്ടം ഇംഗ്ലീഷ് പ്രഭുക്കന്മാരും രാഷ്ട്രീയ നേതാക്കളും രഹസ്യമായി വില്യം ഓഫ് ഓറഞ്ചിന് ഒരു ക്ഷണമയച്ചു. ആരായിരുന്നു വില്യം? അദ്ദേഹം ഡച്ച് റിപ്പബ്ലിക്കിൻ്റെ സ്റ്റാഡ് ഹോൾഡർ, മുഖ്യ മജിസ്ട്രേറ്റ് ആയിരുന്നു. പ്രധാനമന്ത്രി ജെയിംസ് രണ്ടാമൻ്റെ മൂത്ത മകൾ മേരിയുടെ പ്രൊട്ടസ്റ്റന്റ് ഭർത്താവുമായിരുന്നു. ഇംഗ്ലീഷ് സ്വാതന്ത്ര്യങ്ങളെയും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തെയും സംരക്ഷിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് വരാൻ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ശക്തമായ കത്തോലിക്ക ഫ്രാൻസിനെതിരെയും രാജാവായ ലൂയി 14-നെതിരെയും ഇംഗ്ലണ്ടിനെ ഒരു സഖ്യകക്ഷിയെ ലഭിക്കാൻ സ്വന്തം തന്ത്രപരമായ കാരണങ്ങളുണ്ടായിരുന്ന വില്യം ക്ഷണം സ്വീകരിച്ചു. 1688 നവംബറിൽ അദ്ദേഹം ഒരു വലിയ ഡച്ച് സൈന്യവുമായി ഇംഗ്ലണ്ടിലെ ടോർബെയിൽ ഇറങ്ങി. ഇതൊരു പരമ്പരാഗത അധിനിവേശമായിരുന്നില്ല, മറിച്ച് ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ഒരു ഇടപെടലായിരുന്നു. അടുത്തതായി സംഭവിച്ചത് ശരിക്കും മഹത്തായതും രക്തരഹിതവുമായിരുന്നു. വില്യം ലണ്ടനിലേക്ക് നീങ്ങിയപ്പോൾ ജെയിംസ് രണ്ടാമനുള്ള പിന്തുണ ഉരുകിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സൈന്യത്തിൽ അംഗങ്ങൾ പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. പിന്തുണയുടെ ഈ അതിരുകടന്ന അഭാവവും മറ്റൊരു ആഭ്യന്തര യുദ്ധത്തിനുള്ള ആഗ്രഹമില്ലായ്മയും നേരിട്ട ജെയിംസ് രണ്ടാമൻ പരിഭ്രാന്തനാവുകയും 1688 ഡിസംബറിൽ ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. പിന്നീട് 1689 ബിൽ ഓഫ് റൈറ്റ്സ് ആയി നിയമമാക്കിയ ഈ പ്രഖ്യാപനം വിപ്ലവകരമായിരുന്നു. ഇത് രാജവാഴ്ചയുടെ അധികാരം പരിമിതപ്പെടുത്തുകയും പാർലമെന്റിന്റെ അവകാശങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. ഒരു രാജാവിനും ഇനി പാർലമെന്റിന്റെ അനുമതിയില്ലാതെ ഭരിക്കാൻ കഴിയില്ല. ഗ്ലോറിയസ് വിപ്ലവം ഒരു രാജാവിന് പകരം മറ്റൊരാളെ നിയമിക്കുന്നതിനെ കുറിച്ചായിരുന്നില്ല. ഇത് ഇംഗ്ലീഷ് രാഷ്ട്രീയ ഭൂമികയെ സമൂലമായി മാറ്റിമറിച്ചു. ഇത് ഭരണഘടനാപരമായ രാജവാഴ്ചയെ ഉറപ്പിക്കുകയും പാർലമെന്ററി ജനാധിപത്യത്തിന് അടിത്തറയിടുകയും ചെയ്തു. അവിടെ രാജാവിൻ്റെ അധികാരം നിയമത്താലും ജനപ്രതിനിധികളുടെ ഇച്ഛയാലും പരിമിതപ്പെടുത്തി. രാജാവായിരുന്ന ജെയിംസ് രണ്ടാമൻ്റെ ഭരണം അവസാനിച്ചതോടെ ജാക്കോബൈറ്റുകൾ, അതായത് ജെയിംസ് രാജാവിനെ പിന്തുണച്ചിരുന്നവർ, അവർ തങ്ങളുടെ രാജാവിനെ തിരികെ അധികാരത്തിലെത്തിക്കാൻ സ്കോട്ട്ലാൻഡിലും അയർലാൻഡിലും പലതവണ കലാപങ്ങൾ നടത്തി. ഇതാണ് ബ്രിട്ടീഷ് ചരിത്രത്തിലെ ജാക്കോബൈറ്റ് പ്രക്ഷോഭങ്ങൾ. സ്കോട്ട്ലാൻഡിലും അയർലാൻഡിലും ചില സംഘട്ടനങ്ങൾ ഉണ്ടായെങ്കിലും ഈ രക്തരഹിത വിപ്ലവം ഒരു ഇംഗ്ലീഷ് രാജാവും ഇനി കേവല അധികാരം അവകാശപ്പെടില്ലെന്ന് ഉറപ്പാക്കി. അത് പാർലമെന്ററി പരമാധികാരത്തിന്റെ വിജയമായിരുന്നു. ഭരിക്കുന്നവർ ജനങ്ങളുടെ സമ്മതത്തോടെയാണ് ഭരിക്കുന്നത് എന്ന ആശയത്തിന് ഒരു തെളിവായിരുന്നു ലോകമെമ്പാടുമുള്ള ജനാധിപത്യങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു പാരമ്പര്യം. ശരിക്കും ഒരു മഹത്തായ വിപ്ലവം. മഹത്തായ വിപ്ലവത്തെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഒന്നിക്കാം.